എണീറ്റ വഴി അമ്മ കുട്ടീനെ വെയിൽ കൊള്ളിക്കട്ടെ, അത് കഴിഞ്ഞിട്ടേ വേറെ എന്തും ചെയ്യുള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു കട്ടൻ ചായയും മുട്ട പുഴുങ്ങിയത് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അമ്മമ്മ മോനെ സൺബാത്ത് ചെയ്ത് കൊണ്ടേ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തൊക്കെ നിറയെ വെള്ളം. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഞാനും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. രാത്രി ഞങ്ങൾ നന്നായി കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. കാരണം മോനിടയ്ക്കിടയ്ക്ക് എണീറ്റ് പാല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയാറില്ല. പിന്നെ മോനെ ഞാൻ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും ഉള്ളിക്കറിയും പാൽച്ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇപ്പോൾ ഫുൾ റൂമിൽ തന്നെയാണ് കേട്ടോ, തീറ്റയും കൂടി മൊത്തം റൂമിൽ തന്നെയാണ്. റൂമിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല, അത്യാവശ്യത്തിന് മാത്രമേ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പൂച്ച സുട്ടു എന്നാണ് വിളിക്കുക. അവൻ ചെളിയിലും മഴയിലൊക്കെ ഉരുണ്ട് വന്നിരിക്കുകയാണ്. അമ്മയുടെ നിന്ന് വയറ് നിറയെ കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ, ഉമ്മറത്താകെ ചെളിയാക്കിയതിന്. അപ്പോൾ രാവിലെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പിന്നെ മോനെ മരുന്ന് കൊടുക്കാനായിട്ട് നിന്നു. ഈ മരുന്ന് അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കൊടുത്തു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയി. അപ്പം മുടിയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. നമ്മൾ എണ്ണ തേച്ച് കുളിയൊന്നും തുടങ്ങിയിട്ടില്ല. സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ കഴിയും. അപ്പം മുടിയൊക്കെ ആകെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുളിയൊക്കെ അങ്ങോട്ട് കുളിച്ചു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അമ്മ നമുക്ക് പാലും പഴം പുഴുങ്ങിയതും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിൽ നമുക്ക് കലക്കാനായിട്ട് നമ്മുടെ പൗഡർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി കലക്കിയിട്ട്, എനിക്ക് ഈ പൗഡർ ഇപ്പോൾ കലക്കി കുടിക്കുമ്പോഴും പണ്ടത്തെ കോംപ്ലൈനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഓരോരോ സംഭവങ്ങൾ പണ്ടിറക്കിയതേ ഹൈറ്റൊക്കെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും അതൊക്കെ ഒരുപാട് കഴിച്ചു. അങ്ങനെ പഴം പുഴുങ്ങിയതും പാലും കൂടിയും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും മോനും നന്നായിട്ടൊന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. പലപ്പോഴാണ് പകൽ എനിക്ക് ഇങ്ങനൊരു ഉറക്കം. അപ്പോൾ പകലൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും അമ്മ ചോറൊക്കെ സെറ്റാക്കിയിട്ട് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് കുട്ടിയുടെ തുണിയൊക്കെ അലക്കാനായിട്ട് പോയി. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് പച്ചക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ടുണ്ട്. മോനെ ഒന്ന് തുടപ്പിച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ അമ്മ തുടച്ചെടുക്കുകയാണ് കേട്ടോ.